അജയ്, ഈ തമിഴ്നാട് മന്ത്രിസഭയിൽ TVK മന്ത്രിസഭയിൽ നമുക്കറിയാം ഏറ്റവും ആദ്യം ആ മന്ത്രിസഭയ്ക്ക് പിന്തുണ അറിയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. TVKക്ക് 107 അംഗങ്ങളുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത്. കോൺഗ്രസ് ചടുലമായൊരു തീരുമാനത്തിലേക്ക് പോയി. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് വിജയ്ക്ക് മന്ത്രിസഭാ രൂപീകരണത്തിലേക്കൊക്കെ എത്താൻ സാധിച്ചത്. അപ്പോൾ അതിനുള്ള ഒരു നന്ദി പ്രകാശന അവസരം കൂടിയാണ് കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണവും സത്യപ്രതിജ്ഞാ ചടങ്ങും. അതുകൊണ്ട് തന്നെ വിജയ് എത്തും എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും കോൺഗ്രസുമായി വിജയ് കൂടുതൽ അടുക്കുന്നതിന്റെ സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള കാര്യം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ മന്ത്രിസഭയിൽ പങ്കാളികളാകണമെന്ന് കോൺഗ്രസിന്റെ 5 MLA-മാരോട് വിജയ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉൾപ്പെടെ ഉടൻ തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷയുള്ളത്. അപ്പോൾ അവിടെ TVK അധികാരത്തിൽ കയറിയതിനു ശേഷം വർഷങ്ങളായുള്ള DMK ബന്ധം ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് TVKക്ക് കോൺഗ്രസ് ഒരു പിന്തുണ നൽകി. അത് കാരണം തന്നെയാണ് അവർക്ക് പെട്ടെന്ന് മറ്റ് പ്രതിസന്ധികളൊന്നുമില്ലാതെ മന്ത്രിസഭ രൂപീകരിക്കാനായത്. ഇപ്പോൾ തൊട്ടടുത്ത സംസ്ഥാനത്ത് തമിഴ്നാടുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന കേരളത്തിൽ ഒരു കോൺഗ്രസ് മന്ത്രിസഭ വരുന്നു. അപ്പോൾ അതിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ ഏറ്റവും പ്രധാനിയാണ് വിജയ്. അതുകൊണ്ട് തന്നെ വിജയ് കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രകാരമാണ് വിജയ് വരുമെന്നുള്ള തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നത്. വിജയ് വരികയാണെങ്കിൽ രാവിലെ 9 മണിക്ക് അദ്ദേഹം തിരുവനന്തപുരത്തെത്തി 11 മണിക്ക് തിരിച്ചു പോകുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. വിജയ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരത്തിലെ ഗതാഗത ക്രമീകരണം, വിമാനത്താവളത്തിൽ നിന്ന് അതുപോലെ സെൻട്രൽ സ്റ്റേഡിയം വരെയുള്ള സുരക്ഷ, പോലീസുകാരെ ഉൾപ്പെടെ കൂടുതൽ സജ്ജീകരിക്കേണ്ടി വരും. കാരണം വിജയ് കേവലം തമിഴ്നാട് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മാത്രം പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയല്ല. അതിലുപരി അദ്ദേഹം ഒരു സിനിമാ നടനാണ്. കേരളത്തിലടക്കം അദ്ദേഹത്തിന് വലിയൊരു താരപരിവേഷമുണ്ട്. അതുകൊണ്ട് വിജയെ കാണാനും ഒരുപാട് പേർ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വന്നേക്കാം. അപ്പോൾ അതിനൊക്കെ കണക്കാക്കി വലിയ തോതിലുള്ള സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ ലഭ്യമാകുമെന്നാണ് വിവരം. വിജയ്ക്ക് പുറമെ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാർ, അതുപോലെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, അതുപോലെ ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സുഖ്വീന്ദർ സിംഗ് സുഗു, പിന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുഖങ്ങളായിട്ടുള്ള രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അങ്ങനെ എല്ലാവരും എത്തി കോൺഗ്രസിൻ്റെ ഒരു വലിയ ആഘോഷം തന്നെ ആക്കാനാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലവൻ എന്നുള്ള നിലയിൽ വിജയ് നാളെ തിരുവനന്തപുരത്തേക്ക് വന്നേക്കാം. ഇതിനു മുൻപേ ചില സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി മാത്രമാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് കൂടി അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ TVKയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലും സജീവമാക്കാനുള്ള ആലോചനയിലാണ് വിജയ് ആരാധകർ. ഇപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് വലിയ ആഘോഷങ്ങൾ TVK പ്രവർത്തകർ നടത്തിയിരുന്നു. തിരുവനന്തപുരത്ത് കിറ്റ് വിതരണം ഉൾപ്പെടെ ചെയ്തിരുന്നു. വയനാട്ടിലും TVKയുടെ പ്രവർത്തനങ്ങൾ സജീവമാണ്. അവിടെ വിജയ് ആരാധകർ ഒരു ആപ്പ് ഉണ്ടാക്കി അംഗങ്ങളെ പാർട്ടിയിലേക്ക് കയറ്റാനുള്ള നീക്കങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ TVKയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിൻ്റെ ഭാഗമായി കൂടി അദ്ദേഹത്തിൻ്റെ സന്ദർശനം അത് നിർണായകം തന്നെയാണ്. തീർച്ചയായും വിജയ്ക്ക് നിരവധിയായ ആരാധകർ ഉണ്ട് കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും പാലക്കാടുമൊക്കെ വിജയ് സിനിമകൾ റിലീസ് ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ വലിയ ആൾത്തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒരു സിനിമാ താരം എന്ന നിലയിൽ വിജയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയാണെങ്കിൽ ഇപ്പോൾ ജോസഫ് വിജയ് എന്ന തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയാണ് ആ സൂപ്പർ താരം വിജയ്. അതുകൊണ്ട് തന്നെ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി എന്ന നിലയിൽ, അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെയായിരിക്കും കേരളത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഇവിടെ സൂചിപ്പിക്കുന്നത് 12,000-ഓളം ആളുകൾക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള വേദി ആയിരുന്നു നേരത്തെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടി ഒരുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അതിലേറെ ആളുകൾ എത്തും എന്നതുകൊണ്ട് കുറച്ചുകൂടി വലിയ വേദി തയ്യാറാക്കുന്നുണ്ട്. എങ്കിൽ പോലും ആളുകൾക്ക് പ്രവേശനമൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വിജയെ കാണണം എന്നാഗ്രഹിച്ചുമൊക്കെ ചില ആളുകൾ എത്തും എന്നത് ഉറപ്പാണ്. സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി മാത്രമല്ല, വിജയെ കാണണം എന്ന് വ്യക്തിപരമായ ആഗ്രഹത്തോടു കൂടിയുമൊക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ആളുകൾ അധികമായി എത്തുവാനുള്ള സാധ്യതയുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.